Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 16th lecture of Web Design and Production for Business. Topic: what are the methods for creating web pages? Basically, there are 4 ways to create a website. The first one is the traditional method of using an HTML editor and creating your web pages from scratch. Secondly, you can use a standalone template. Thirdly, you can use a web builder and update your website through the builder's proprietary browser interface program. Last one is using the content management system. First one is coding your own website. Second one, downloadable web templates. Third one, website builder. Fourth one is content management system. First one is coding your own website. Using this method, you built the website from scratch. Using this method, you develop the website on your own computer using HTML and CSS. HTML means hypertext markup language and CSS means cascading style sheets. The CSS gives more flexibility for styling in HTML and makes it much easier to make basic changes in fonts, headers, color schemes, etc. അതായത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കോഡ് എഴുതി ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നതാണ് HTML എന്താണെന്നുള്ളത്. ഈ HTMLൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ കോഡ് എഴുതിയിട്ട് നമ്മൾ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് മെത്തേഡ്, കോഡിങ് യുവർ ഓൺ വെബ്സൈറ്റ്. അങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് മോർ ഫ്ലെക്സിബിലിറ്റി. ഫസ്റ്റ് വൺ, മോർ ഫ്ലെക്സിബിലിറ്റി. അതായത് നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. യു ക്യാൻ മേക്ക് എനി ചേഞ്ച് ടു യുവർ വെബ്സൈറ്റ് ദാറ്റ് യു വിഷ്. നെക്സ്റ്റ് വൺ ഈസ് പോർട്ടബിൾ, മോർ പോർട്ടബിൾ. If you decide to change hosting providers one day, things will probably be easier if you have developed the website yourself. This is because your code does not rely on a system. Therefore, you are able to simplify, take a copy of your website and upload it into new hosting provider. അതായത് നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ തന്നെ അതെന്ത് ചെയ്യണം, ഹോസ്റ്റ് ചെയ്യണമെന്നില്ല. അതായത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആ വെബ്സൈറ്റിൻ്റെ കോഡില്ലേ, അത് അവിടെ തന്നെ വെച്ച് തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യമില്ല. അതിൻ്റെ കോഡ് എന്ത് ചെയ്ത് കോപ്പി എടുത്തുകൊണ്ട് പോയി വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലിരുന്ന് വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മോർ പോർട്ടബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ദിസ് ഈസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ്. അതായത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ലോ കോസ്റ്റ് ആയിരിക്കും. ഇതിന് അഡ്വാൻറ്റേജസിനുപരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ റിക്വയർസ് എ ടെക്നിക്കൽ സ്കിൽസ്. യു നീഡ് ടു നോ ലോട്ട്സ് ഓഫ് ടെക്നിക്കൽ സ്റ്റഫ്. ദിസ് മൈറ്റ് നോട്ട് സ്യൂട്ട് എവരിബഡി. അതായത് എല്ലാവർക്കും ഇതിൻ്റെ ടെക്നിക്കൽ സ്കിൽസ് അറിയണമെന്നില്ല, അതായത് ഈ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും ഇതിൻ്റെ കോഡിങ്ങിൻ്റെ സൈഡ് എന്ത് ചെയ്യുന്ന വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ ഈസ് റിക്വയർസ് മോർ ടൈം. അതായത് കുറേ സമയമെടുക്കും ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ബിൽഡർ ആണെങ്കിലോ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെബ്സൈറ്റ് ബിൽഡറെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് റിക്വയർസ് മോർ ടൈം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മോർ ഫ്ലെക്സിബിലിറ്റി, മോർ പോർട്ടബിൾ ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. Disadvantages: it requires technical skills, it requires more time. Second method is downloadable web templates. For professional types of websites, standalone website templates are available for download. Once downloaded, users can edit the HTML pages and images using a computer. This type of website allows more flexibility and control than traditional website builder program. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കോഡ് എഴുതി കൊടുക്കണമെന്ന്.
പിന്നെന്താണ് അതിൻ്റെ ലേഔട്ടും ടെംപ്ലേറ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ ഈ ടെംപ്ലേറ്റുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഒരു വട്ടം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാനോ പേജസ് ഒക്കെ ആഡ് ചെയ്യാനോ എന്ത് ചെയ്യാനോ നമുക്ക് സാധിക്കും. ട്രഡീഷണൽ വെബ്സൈറ്റ് ബിൽഡറെ വെച്ച് നോക്കുകയാണെങ്കിൽ മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും ഈ ഡൗൺലോഡബിൾ വെബ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡിൽ എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇത് അതിൻ്റെ ആവശ്യമില്ല. വൺസ് ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് എ വെബ്സൈറ്റ് ബിൽഡർ. എ വെബ്സൈറ്റ് ബിൽഡർ ഈസ് എ പ്രൊപ്രൈറ്ററി ഓൺലൈൻ എഡിറ്റിംഗ് പ്രോഗ്രാം that allows you to choose a design and enter your information through a web browser interface to build a website. Website builders are tools that allow the construction of websites without manual code editing. അതായത് മാനുവൽ കോഡ് എഡിറ്റിംഗ് കൂടാതെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ടൂളാണ് വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറയുന്നത്. മാനുവൽ കോഡ് എഡിറ്റിംഗ് കൂടാതെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പുതിയൊരു വെബ്സൈറ്റ് ബിൽഡറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെബ് ഡിസൈനറിൻ്റെ സഹായം കൂടാതെ തന്നെ വെബ്സൈറ്റ് ബിൽഡർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വെബ്സൈറ്റുകൾ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കൂടെയാണ്. ഓൾസോ യു ക്യാൻ ആഡ് എലമെൻറ്റ്സ് ലൈക്ക് ടെക്സ്റ്റ്, പാരഗ്രാഫ്സ്, പിക്ചേഴ്സ്, ടൈറ്റിൽസ്, വീഡിയോസ്, കോൺടാക്ട് ഫോംസ്, മാപ്സ് ആൻഡ് മോർ. The site is built and hosted on the site builder website, so it cannot be moved to another host. There is a monthly fee for the service. The fee amount depends on what features you want to have included on your website. The advantages of website builder are: first one, non-technical skills are required. Second one, take less time. Third one, online website builders are often very easy to use. അതായത് എന്തെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ഒന്നും നമുക്കിത് അറിയേണ്ട ആവശ്യമില്ല. എന്താണ്, ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും ഒരുപാട് ടൈം എടുക്കത്തില്ല. പിന്നെന്താണ്, ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നു. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ലെസ് flexibility and second one is less portable. Next one is content management system or CMS. A content management system is a software package usually used to create a website with interactive features. A CMS quite literally allows control and manage the content within your website without technical training. Using this uncomplicated system, you can easily add, delete or edit text in your website. ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സോട് കൂടിയിട്ട് സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, CMS അല്ലെങ്കിൽ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് യാതൊരു ടെക്നിക്കൽ ട്രെയിനിങ് കൂടാതെ തന്നെ വെബ്സൈറ്റിലുള്ളിലെ കണ്ടൻസ് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ തന്നെ ഈസി ആയിട്ട് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ടെക്സ്റ്റുകളും ഇമേജുകളും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാനും നമുക്ക് ഈ CMS സോഫ്റ്റ്വെയറിലൂടെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. CMS വെബ്സൈറ്റിൽ പേജുകൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ലിങ്ക് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. So, content management system is a software package usually used to create a website with interactive features. These are the methods for creating web pages. First one, coding your own website. Second one, downloadable web templates. Third one, website builder. And the last one is content management system. Next topic is publishing a website.
Web publishing or online publishing is the process of publishing content on the internet. The final phase of creating a website is publishing your pages. To place your pages on the web, you need a web server. Web publishing comprises of personal, business and community websites. The content meant for web publishing can include text, videos, digital images, artwork and other forms of media. വെബ് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ടൻറ്റ് ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വെബ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള വെബ്സൈറ്റ് ആണെങ്കിലും, അതായത് പേഴ്സണൽ ആയാലും ബിസിനസ് ആയാലും ഓർഗനൈസേഷൻ ആയാലും ഏത് തരത്തിലുള്ള വെബ്സൈറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം. ഇൻ ഓർഡർ ടു പബ്ലിഷ് കണ്ടൻറ് ഓൺ ദ വെബ് യു നീഡ് 3 തിങ്സ്. ഫസ്റ്റ് വൺ, വെബ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ. സെക്കൻഡ് വൺ, ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എ വെബ് സെർവർ. ഫസ്റ്റ് വൺ, വെബ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ. Second one, an internet connection. And the third one is a web server. These are the 3 things to publish content on the web. First one, web development software. The web development software may be a professional web design application like Dreamweaver or a straightforward web-based content management system like WordPress. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ നമുക്ക് വേണം. അത് ഡ്രീം വീവറോ അല്ലെങ്കിൽ വേർഡ് പ്രസ്സോ എന്തുമാകാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ ഇൻ്റർനെറ്റ് കണക്ഷൻ. ദ ഇൻ്റർനെറ്റ് കണക്ഷൻ സെർവ്സ് ആസ് ദ മീഡിയം ഫോർ അപ്ലോഡിംഗ് ദ കണ്ടൻറ്റ് ടു ദ വെബ് സെർവർ. അതായത് വെബ് സെർവറിലോട്ട് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? വെബ് സെർവർ. അൺലെസ് യു ഹാവ് യുവർ ഓൺ വെബ് സെർവർ യു നീഡ് ടു ഫൈൻഡ് എ സെർവർ ടു ഹോസ്റ്റ് യുവർ പേജസ്. അതായത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് സ്വന്തമായിട്ടൊരു വെബ് സെർവർ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെബ് സെർവർ കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേജ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വെബ് സെർവർ ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് a web server. Since web publishing does not require physical materials such as paper and ink, it costs almost nothing to publish content on the web. Posting updates on social networking sites like Facebook and Twitter is generally not considered web publishing. Instead, web publishing generally refers to uploading content to unique websites. In this lecture, we are discussing what are the methods for creating web pages. First one, coding your own website. Second one, downloadable web template. Third one, website builder. Fourth one, content management system or CMS. Then, publishing a website. Web publishing or online publishing is a process of publishing content on the internet. In order to publish content on the web, you need 3 things. First one, web development software. Second one, an internet connection. And third one is a web server. Today's assignment question is, what are the methods for creating a web page? Second one, briefly explain publishing a website. First question, what are the methods for creating a web page? Second one, briefly explain publishing a website.